ADGP MR അജിത് കുമാറിനെതിരെയുള്ള വിജിലൻസ് അന്വേഷണം പ്രഖ്യാപിക്കുന്നതിൽ തീരുമാനം വൈകുകയാണ്. ഇതുവരെ ഒരു തീരുമാനവും സർക്കാരിൽ നിന്ന് ഉണ്ടായിട്ടില്ല. വിജിലൻസ് അന്വേഷണ ശുപാർശ മുഖ്യമന്ത്രിയുടെ ഓഫീസ് ഇതുവരെ ഇതിന്മേൽ നടപടി സ്വീകരിച്ചിട്ടും ഇല്ല. ADGP MR അജിത് കുമാറിനെതിരെ വിജിലൻസ് അന്വേഷണം വേണമെന്ന DGPയുടെ ശുപാർശയിൽ ഇതുവരെ മുഖ്യമന്ത്രിയുടെ ഓഫീസ് തീരുമാനമെടുത്തിട്ടില്ല. പൊതുവിൽ ADGPക്കെതിരെയുള്ള അന്വേഷണങ്ങളിൽ ഒരു മെല്ലെപ്പോക്ക് എന്ന നിലയിൽ തന്നെയാണ് കാര്യങ്ങൾ. ഇന്ന് പ്രതിപക്ഷ നേതാവും വിമർശനവുമായി രംഗത്തെത്തി. ADGPയെ തൊടാൻ മുഖ്യമന്ത്രിക്ക് കഴിയില്ല എന്നായിരുന്നു പ്രതിപക്ഷ നേതാവിന്റെ വാക്കുകൾ. അത് ഉത്തരവിടാൻ മുഖ്യമന്ത്രിക്ക് പറ്റില്ല. കാരണം മുഖ്യമന്ത്രിയുടെ ദൂതനായിട്ടാണ് ADGP RSS നേതാവിനെ കണ്ടിട്ടുള്ളത്. അതിലെങ്ങനെയാണ് അന്വേഷണം നടത്തുന്നത്? അന്വേഷണം നടത്താൻ പറ്റില്ല. അതാണ് യാഥാർത്ഥ്യം. എന്ത് കാര്യത്തിനാണ് കേരളത്തിലെ ക്രമസമാധാന ചുമതലയുള്ള പോലീസ് ഉദ്യോഗസ്ഥൻ RSSന്റെ അഖിലേന്ത്യാ ജനറൽ സെക്രട്ടറിയെ കണ്ടതെന്നാണ് മന്ത്രിമാരടക്കമുള്ള ആളുകൾ പറഞ്ഞത്. വ്യക്തിപരമായി കണ്ടതാണ്. വ്യക്തിപരമായ എന്താ? അവർ തമ്മിൽ വല്ല അതിർത്തി തർക്കമുണ്ട്. അവർ തമ്മിൽ സംസാരിക്കാൻ എന്ത് കാര്യം പറയാനായിട്ട് 1 മണിക്കൂർ പോയി സംസാരിച്ചത്? 10 ദിവസത്തെ ഇടവേളയിൽ ഇവിടെ രാം മാധവനെയും കണ്ടു തിരുവനന്തപുരത്ത്. RSS നേതാക്കളുമായി ചർച്ച ചെയ്യാൻ മുഖ്യമന്ത്രി എന്തിനാണ് പോലീസ് ഉദ്യോഗസ്ഥരെ അയക്കുന്നത്? അതല്ലേ ചോദ്യം. ADGP RSS നേതാക്കളുമായി കൂടിക്കാഴ്ച നടത്തിയതിനെ കുറിച്ച് അന്വേഷണം വേണമെന്ന ഘടകകക്ഷികളുടെ ആവശ്യമുണ്ടായിരുന്നു. CPI നേതാക്കൾ ഉൾപ്പെടെയുള്ളവർ കഴിഞ്ഞ ഇടതുമുന്നണി യോഗത്തിൽ ഇക്കാര്യം ഉന്നയിക്കുകയും ചെയ്തു. മുഖ്യമന്ത്രി അന്വേഷണം ഉണ്ടാകുമെന്ന് ഉറപ്പ് നൽകി. എന്നാൽ ഇതുവരെയും ആ നിലയ്ക്ക് ഈ കൂടിക്കാഴ്ച സംബന്ധിച്ച് ഒരു അന്വേഷണം നടത്തേണ്ടതുണ്ട് എന്ന നിലയ്ക്കുള്ള ഒരു ഉത്തരവ് ഇതുവരെ പുറത്തിറങ്ങിയിട്ടില്ല. ആദ്യം ഒരു അന്വേഷണ സംഘത്തെ രൂപീകരിച്ചിരുന്നു. ADGP കൊല നടത്തി സ്വർണ്ണക്കടത്ത് സംഘങ്ങളുമായി ഇടപെട്ടു, പിടികൂടുന്ന സ്വർണത്തിന്റെ വലിയൊരു പങ്ക് തട്ടിയെടുത്തു തുടങ്ങി PV അൻവർ ഉന്നയിച്ച ആരോപണങ്ങളുണ്ടായിരുന്നു. ഇതിന്റെ അടിസ്ഥാനത്തിലാണ് 5 അംഗ അന്വേഷണ സംഘത്തെ നിയോഗിച്ചത്. എന്നാൽ ഈ അന്വേഷണ സംഘം കൂടിക്കാഴ്ചയുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ പരിശോധിക്കുമോ എന്ന കാര്യത്തിൽ വ്യക്തതയില്ല. മാത്രമല്ല അക്കാര്യത്തിൽ മുഖ്യമന്ത്രിയോ മുഖ്യമന്ത്രിയുടെ ഓഫീസോ ഇതുവരെ ഒരു വ്യക്തത വരുത്തിയിട്ടുമില്ല. VV വിനോദ്, News 18, തിരുവനന്തപുരം.